കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം എൻ്റെ ബാക്കിൽ തന്നെ കിടക്കുന്നുണ്ട്. മഹീന്ദ്ര ഥാറാണ്. അപ്പോൾ ഥാർ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഥാറുണ്ടോ. പക്ഷേ ഥാറ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ കൊണ്ടുവെക്കുന്ന ഥാർ പോലത്തെ ഥാറ് വേറെ കിട്ടാൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2023 ഇതിൻ്റെ മോഡൽ. ജസ്റ്റ് 1 ഇയർ മാത്രം കംപ്ലീറ്റ് ചെയ്യണം. നല്ല കണ്ടീഷൻ വണ്ടി. LX എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ വണ്ടി വന്നതാണ്. അതുകൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. അതാണ് നമുക്ക് എടുത്തു വരേണ്ട കാര്യം. അപ്പോൾ ഓട്ടോമാറ്റിക് ഥാർ അന്വേഷിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ധൈര്യമായിട്ട് ഈ വാഹനം എടുക്കാവുന്നതാണ്. എന്തുകൊണ്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പവറും അതേപോലെ സേഫ്റ്റിക്ക് സേഫ്റ്റിയും റൈഡിങ് കംഫോർട്ടിനാണ് ആ കംഫോർട്ടിന് ഉദ്ദേശിച്ചത്. നമ്മൾ ഡബിളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ കംഫോർട്ടും 4 പേർക്ക് പോകണമെങ്കിൽ ബാക്കിലേക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ അതിന് സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നിലവിൽ എറണാകുളം ജില്ലയിൽ ആലുവയുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു ഡയറക്റ്റ് നിങ്ങൾക്ക് ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് നമുക്ക് പോയേക്കാം. അതിനുശേഷം നമുക്കിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു മഹീന്ദ്ര ഥാറാണ്. അപ്പോൾ ഥാറിലേക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരുപാട് ഥാറ് റോട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ ചില ഥാറുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള പ്രത്യേകത. പിന്നെ കിലോമീറ്റർ വളരെ കുറച്ച് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഥാറൊക്കെ ഇപ്പോൾ നിലവിലുള്ള അവൈലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 50 മുകളിലേക്കൊക്കെ ഓടാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഥാറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2023 മോഡൽ. അതിന് പേരിൽ തന്നെ കാര്യമായിട്ട് കിലോമീറ്റർ ഓടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എത്രയാണ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അതേപോലെ നമുക്കിനി വാഹനത്തിൻ്റെ സൈഡ് പോർഷനും അതേപോലെ ഇൻ ആൻഡ് ഔട്ട് വീഡിയോയിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കിവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫസ്റ്റ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവിലേക്ക് ഒന്ന് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ചാണ് ഥാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീലാർസിലേക്കും എയർ കണ്ടീഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നീറ്റായിട്ട് ഇങ്ങനെ വീലാർസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ഒക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം. അലോയ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ആ ഒരു കമ്പനി അലോയ്സ് തന്നെയാണ് വന്നേക്കണേ. നമുക്കിനി ഇതിൻ്റെ ബോണറ്റിലേക്കും അതുപോലെ ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം. ബോണറ്റൊക്കെ നോക്കാം. ബോണറ്റൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. അതൊരു വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡിലായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബോണറ്റിലേക്ക് പോകാം. ബോണറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബോണറ്റല്ല ബമ്പറിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഥാറിൻ്റെ ബാഡ്ജും കൂടി നോക്കുന്ന ബമ്പേഴ്സും കൂടെ കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് DRLസും അതേപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി നിൽക്കുന്ന ഗ്ലാസും കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഇവിടെ പൊടിക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകളാണ്. ഇതൊക്കെ ജസ്റ്റ് റബ്ബ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചുള്ളൂ. കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. M സ്റ്റാലിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് പെട്രോൾ വാഹനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് സൈഡ് ഡോറിലേക്ക് വരാം. സൈഡ് ഡോർ ആയാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന സൈഡ് ഡോർ നമുക്കിവിടെ കാണാൻ പറ്റും. റൂഫിൽ നമുക്കിവിടെ ഒരു ക്യാരിയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലൊക്കെ പക്ക കണ്ടീഷനിലായിരിക്കണം. ഇവിടെ ഡീഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും ബാക്കിലേക്ക് വന്നു. നമുക്കിനി ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് നോക്കാം. വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു പോരായ്മ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വണ്ടി ഇപ്പോൾ നിലവിൽ ഷോറൂമിലേക്ക് എത്തിയിട്ടുള്ളൂ. അതിൻ്റെ പേരാണ് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് ബാക്കൊക്കെ നോക്കാം. ഉണ്ടാവും നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഡ്ജസൊക്കെ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുത്തൻ്റെ സ്മെല്ലൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. നല്ല ഫ്രഷ് സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറൊക്കെ നോക്കാം. ഡോറൊക്കെ ആയാലും ഒരു പോരായ്മയോ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ കാണുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അഴുക്കും കാര്യങ്ങളാണ്, അല്ല വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമല്ല. ഇനി നമുക്ക് ഇവിടെ ഗ്ലാസ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് ബാക്കിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് പോകാം. ഇവിടെ ടെയിൽ ലാമ്പൊക്കെ നീറ്റായിട്ട് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് പോർഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു ഡാമേജ് കിട്ടുന്നുണ്ട്. അത് ഞാൻ എടുത്ത് പറയണം. പിന്നെ ഇവിടെ വീലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ അലോയ് വീൽസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. ഇവിടെ ഡോറൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. ഇവിടെ ORM കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സും ശ്രദ്ധിക്കാം. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്. അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കിക്കാം. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്കിവിടെ കാണാം.
ഇത് നമുക്ക് LX എന്ന് ഓട്ടോമാറ്റിക് വേരിയൻ്റ് വന്നേക്കണം. അതിൻ്റെ പോലെ തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഡാഷൊക്കെ നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്നു. റൂഫ് നോക്കാം, റൂഫ് നല്ല സ്ട്രോങ് റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. വിത്ത് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരാം. റിയറിൽ നമുക്ക് സീറ്റ്സ് നോക്കാം, സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, കിലോമീറ്റേഴ്സ് ജസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്കിവിടെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ഈ സീറ്റൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സീറ്റൊക്കെ കുറച്ച് ടൈറ്റാണ്, നമുക്ക് ഇവിടെ നോക്കാം. രണ്ടുപേർക്ക് നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. അതിൽ കൂടുതൽ ആൾക്കാരൊന്നും ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കരുത് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിവർ നപ്പിയിട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ഞാൻ പറഞ്ഞ പോലെ വണ്ടിയിൽ കുറച്ച് പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം വണ്ടി ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ അഴുക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്തേക്കാം. ഇതിൽ ലീക്കേജോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വൃത്തി എന്ന് ഉദ്ദേശിച്ച് പൊടി മാറ്റിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്വാളിറ്റിയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. മഹീന്ദ്ര ഥാറാണ്. ഒരുപാട് സുഹൃത്തുക്കൾ അന്വേഷിച്ചിരിക്കുന്ന വാഹനമാണ്. വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2023 ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന LX ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണിത്. പെട്രോളാണ്. അപ്പോൾ ഇനി റേറ്റിലേക്ക് കിടക്കുന്നേക്കാവുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഥാറിൻ്റെ ആസ്കിംഗ് പ്രൈസാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നിലവിൽ 14.5 ലക്ഷം രൂപയാണ്. 14.50 lakhs. അത് നെഗോഷ്യബിൾ ആയിരിക്കും. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.